കുടജാദ്രി പീക്കിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 3 മണി സമയത്താട്ടോ കുടജാദ്രി പീക്ക് കാണാൻ പോയത്. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. ആ ഒരു ചെക്ക് പോസ്റ്റിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊന്നും പ്ലാസ്റ്റിക് പ്രൊഡക്റ്റൊന്നും ആ ഒരു ഭാഗത്തേക്ക് അലൗഡ് അല്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ ഭയങ്കര കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല, നേരെ കുടജാദ്രി പീക്കിലേക്ക് വിട്ടേക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് വെച്ചിട്ടായിരുന്നു പണ്ട് മൂകാസുരനെ പാർവതീദേവി വധിച്ചിട്ട് മൂകാംബികയായത് കേട്ടോ. ആ ഒരു ഷൂലൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് തൊഴുതിട്ടാണ് ആ ഒരു കുടജാദ്രി ഇവിടുന്ന് നമുക്ക് ഇനിയും ഒരു 1.5 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ. ഈ ഒരു കയറ്റത്തിൽ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. ഞാൻ ഒരു ക്ഷീണം തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തത്. നിറയെ ഒരു കളർ പൂക്കളാട്ടം നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് മണ്ണിൽ പിടിക്കണ പൂവാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി കാണാനായിട്ട് ഈ പൂവ് ഇങ്ങനെ ആ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ഞാൻ വല്ലാണ്ടായിട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്ത് ഭംഗിയേറെ അതൊക്കെ ഒരു ഫോണിൽ അത്രയും നമുക്ക് കവർ ചെയ്താൽ കിട്ടൂല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ഭംഗിയുള്ളൊരു ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞിൻ്റെ ഒരു കാഴ്ച കേട്ടോ. നമുക്ക് ആ ഒരു താഴത്തെ ആ ഒരു ഭാഗമൊന്നും കാണാനേ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് മഞ്ഞ് വന്നിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആകാശം താഴേക്ക് വന്നൊരു കാഴ്ച കേട്ടോ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക. നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് നിറയെ കോട വന്നിട്ട് ആ ഒരു ഭാഗം തന്നെ പോയിട്ടുണ്ട് കേട്ടോ.
അവിടുന്ന് ആ ഒരു ടോപ്പിലെത്തണം കേട്ടോ. നമുക്ക് അവിടുന്ന് ഇനിയും കുറേ പോകാണ്ട് കേട്ടോ. ഈ ഒരു പീക്ക് എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററോളം യാത്ര ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു ഇത്രയും ഹൈറ്റിലേക്ക് പോകാമെന്നൊരു ഫീല് നമുക്ക് വരികയില്ല. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു കോടയും ഭയങ്കര കാറ്റും തണുപ്പുമായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴികളെല്ലാം. ആരും അത്യാവശ്യം ഏജുള്ളവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊന്നും അത്ര ടയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. മുകളിലെത്തിയപ്പോൾ എടുത്ത ഒരു വ്യൂ ആട്ടത്. നമ്മൾ ഒരു കുടജാദ്രിയിലേക്കുള്ള യാത്ര തിരിച്ചതിന് നല്ലൊരു സമയത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ഒരു കുടജാദ്രി പീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഉണങ്ങിയിട്ട് പുല്ലൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിട്ടാണ് ഞാൻ കുറേ കണ്ടതൊക്കെ. പക്ഷേ ഇപ്പോൾ കണ്ട നന്നായിട്ട് പച്ചപ്പൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനത്തെ ഒരു പാറകളൊക്കെ ആയിട്ട് അവിടെ കുറേ ഈ ഒരു പാറകളൊക്കെ കയറി പോകണം കേട്ടോ. ഇമാരൊക്കെ വന്ന് തപസ്സിരിക്കാൻ കാരണം ഇതാ ഈ ഒരു അന്തരീക്ഷമായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നമ്മൾ ശാന്തരായി മാറും ഇവിടെ എത്തുമ്പോൾ.